ബിജെപിയുടെ പുതിയ സ്ഥാനാർത്ഥി. വാക്കിന് വിലയെന്ന് കേട്ടാൽ ഈ മനുഷ്യനെ കണ്ടുപഠിക്കണം. പേര് അഖിൽ മാരാർ. ദേശീയതയെ വിറ്റ് കാശാക്കുന്ന പണിയാണ് ബിജെപിക്കുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുമെന്ന്. പക്ഷെ അത് നമ്മുടെ പുള്ളിക്ക് വളരെയധികം മേച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ, നമുക്ക് ബിഗ് ബോസ് തൊട്ട് പുള്ളി ഒന്ന് കണ്ടുവരാം. എനിക്ക് ഇതുപോലെ പുച്ഛമുള്ള ഒരു പരിപാടി കേരളത്തിലില്ലായിരുന്നു. 5 മിനിറ്റ് ഞാനത് തികച്ച് കണ്ടിട്ടില്ല. അതിനെക്കാട്ടും ഞാൻ ലുലുമാളിൽ പോയി നടുറോടി മുണ്ടോക്കി കാണിച്ചിട്ട് 4 പേരെ കൂട്ടുന്നില്ല. ബിഗ് ബോസിൽ പോകില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചവനാണ്. പണം കിട്ടുന്നുണ്ടപ്പം അവൻ പോയി. ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആക്കി ബിഗ് ബോസിനെ മാറ്റിയത് ഏഷ്യാനെറ്റിന്റെയും ഈ ബിഗ് ബോസിന്റെയും ഒക്കെ പ്രേക്ഷകരാണ്. അതുകൊണ്ട് അവരെ കഴിഞ്ഞില്ല പിന്നെ ആരുണ്ട് നമുക്ക്? അവരല്ലേ. അടുത്ത നിലപാട്, അയ്യോ എന്നെ സംഖ്യയാക്കല്ലേ, ഞാൻ ആവൂല, ഞാൻ സ്വതന്ത്രനായിട്ട് വേണമെങ്കിൽ മത്സരിച്ചോളാം. ഇനിയും പാടി എന്നെ സംഖ്യയാക്കിയേ പറ്റത്തുള്ളൂന്നുണ്ടെങ്കിലും എനിക്ക് സംഖ്യയാവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എനിക്ക് എപ്പോഴെങ്കിലും മത്സരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോയി സ്വന്തമായിട്ട് മത്സരിച്ചോളാം. ബിജെപിന്ന് എന്തിനാ കൊടുക്കാന്ന് പറഞ്ഞു പൊക്കി പിടിച്ചോണ്ട് പോയി. അതിന്റെ ബാക്കി നാളെ ഉണ്ടാ സൂര്യൻ മറയ്ക്ക് വേണ്ടി വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ചെന്ന് ചോദിച്ചപ്പോ പറയണ അവൻ വെച്ചു കൊടുത്താ ഇവൻ വെച്ചു കൊടുത്താ പിന്നെ ഞാൻ വെച്ചു കൊടുക്കണം. നല്ല നിലപാട്. ബോബി ചെമ്മണ്ണൂർ 100 വീട് ഓഫർ ചെയ്തു, വെച്ചു കൊടുത്ത കണ്ടോ? യൂസഫ് അലി 100 വീട് ഓഫർ ചെയ്തു, വെച്ചു കൊടുത്തത് കണ്ടോ? ഇന്ത്യൻ മലയാളി അസോസിയേഷൻ 50ഓളം വീടുകൾ ഓഫർ ചെയ്തു, വെച്ചു കൊടുത്തത് കണ്ടോ? ക്രൗൺ പ്ലാസയുടെ ഓണർ 50 വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു, വെച്ചു കൊടുത്തത് കണ്ടോ? പിന്നെ എന്തിനാ എന്നോട് വന്ന് ചോദിക്കും? ഇനി എങ്ങാനും കഷ്ടകാലത്ത് നിങ്ങൾ വോട്ടിട്ട് ഇവൻ ജയിച്ച് ഇവൻ നിങ്ങൾക്ക് വല്ല വാഗ്ദാനം തന്ന് അത് വല്ലതും ചോദിക്കാൻ പോയാൽ ഇവൻ നിങ്ങളെ കടിച്ചു കീറി കൊല്ലും. വേറെ ഒന്നും നടക്കൂല.